ഹലോ ഗൈസ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കൽക്കിയെ പറ്റിയാണ്. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം ജസ്റ്റ് പറയണം. കാരണം കൽക്കി എന്ന സിനിമ ഞാൻ രാവിലെ 9 മണിക്ക് നമ്മുടെ ട്രിവാൻഡ്രം ഏരിയസ് പ്ലസ് തിയേറ്ററിൽ പോയി കണ്ടതാണ്. സത്യം ഞാൻ വിചാരിച്ചത് 9 മണിക്ക് ഷോ അടങ്ങും, 12 മണിയാകുമ്പോൾ പടം തീരും. പടം കഴിഞ്ഞ് നേരെ വീട്ടിൽ വരുന്നു, ഒരു 2 മണി മാക്സിമം 2 മണിക്ക് വീടെത്തുന്നു. ഒരു 2:30 3 മണി ഒരു 4 മണിക്കകത്ത് റിവ്യൂ അപ്ലോഡ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കഷ്ടകാലത്തൊരു വള്ളി കയറി വന്ന്, അപ്പോൾ അത് കാരണം ഇത്ര ലേറ്റ് വരും. ആ വള്ളിയെ പറ്റി പറയാൻ തുടങ്ങി ഇന്നൊന്നും തീരില്ല ഈ വീഡിയോ. അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞു വരുമ്പോൾ തന്നെ വീഡിയോ നല്ല ലെങ്താണ്, റിവ്യൂ പറയുമ്പോൾ തന്നെ. ഇനി ആ കഥ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ തീരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ കഥ നമുക്ക് പിന്നെ പറയാം. എന്തായാലും ഒരു വള്ളി കാരണം ഇത്ര ലേറ്റ് ആയി പോയത്. അപ്പോൾ ഇനി ഞാൻ എന്തായാലും പറയണമല്ലോ, അതുകൊണ്ട് പറയാമെന്ന് വിചാരിച്ചു. കൽക്കിയെ പറ്റി പറയാനാണെങ്കിൽ അടിപൊളി സീൻ പടം. മസ്റ്റ് വാച്ച്, തിയേറ്ററിൽ പോയി കാണാൻ മസ്റ്റ് വാച്ച് പടം. 650 കോടി മുടക്കി അവരെടുത്ത പടം 650 കോടിക്കും കാണാനുണ്ട്. അമ്മാരി വിഷ്വൽസ്. സത്യത്തിൽ ഒന്നും പറയാനില്ല എനിക്ക്. കാരണം ഇന്ത്യൻ സിനിമയൊക്കെ ഇത്രയും വളർന്നു എന്ന് കണ്ടാൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മളിപ്പോൾ എപ്പോഴും പറയാം ഹോളിവുഡ് സിനിമ ലെവൽ ഈ ലെവൽ എന്ന് പറയും. ശരിയാണ്, ഹോളിവുഡ് സിനിമയ്ക്ക് അതിൻ്റെ ലെവലുണ്ട്. കാരണം അവർ പണ്ട് തൊട്ടേ അവരങ്ങനെ ചെയ്തു ഡെവലപ്ഡാണ് അതല്ലേ ഇൻഡസ്ട്രി. അപ്പോൾ അതുപോലെയൊക്കെ സിനിമ നമുക്ക് എന്ന് വരും എന്നിങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത്. അന്യായ പടം, മസ്റ്റ് വാച്ച്. വിഷ്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാരി വിഷ്വൽസാണ്. സംഭവം ഓൾറെഡി എല്ലാവർക്കും അറിയാം. കഥയെപ്പറ്റി ഒരു ബേസ് കാണും. അതായത് നമ്മുടെ പഴയ അശ്വത്ഥാമാവിൻ്റെ പഴയ മഹാഭാരത സ്റ്റോറി, ആ സ്റ്റോറി ഇനി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നടക്കും. അതായത് കൽക്കിയുടെ ജനനം, ആ പഴയ സ്റ്റോറി. അതിനോട് ഞാൻ പറയാൻ പറ്റുപോയി. സിനിമ ഒരുപാട് കണ്ട് കാണും. ഇനിയും കാണാത്തവർ പറ്റുമെങ്കിൽ ആ പഴയ സ്റ്റോറി ഒന്ന് അറിഞ്ഞിട്ട് പോവുക. അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം പടത്തിൽ തന്നെ ഏറെക്കുറെ കാണിക്കുന്നുണ്ട്. എന്നാൽ പോലും ഒന്ന് വിശദമായിട്ട് ആ പഴയ സ്റ്റോറി, നമ്മുടെ മഹാഭാരതത്തിലെ അശ്വത്ഥാമാവിൻ്റെയും കൽക്കിയുടെയും പിന്നെ എന്തുവാണ് ആ ജനനത്തിൻ്റെ കാര്യങ്ങളും ആ സംഭവം എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകും എന്നൊക്കെയുള്ള സാധനങ്ങൾ, അതൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. എന്നാലും സിനിമയെ കാണിക്കുന്നുണ്ട്, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ കണ്ടിന്യൂഷൻ, അത് മഹാഭാരതത്തിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ പടം. ഡയറക്റ്റ് കണ്ടിന്യൂഷനാണ്. ബാക്കി ഞാനൊന്നും പറയുന്നില്ല, ബാക്കി ചെയ്താൽ സ്പോയിലായിപ്പോവും. ഒന്നും പറയില്ല. 2898 ആ വർഷത്തിൽ ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ നടക്കുന്നതായിട്ടാണ് കാണിച്ചത്. അതായത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് പാസ്റ്റ് കാണിക്കുന്നു. വിഷയ സാധനം. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് കണ്ടുകൊണ്ടിരുന്നപ്പം ഞാൻ സത്യം വിചാരിച്ചു ഓക്കെ പടം ഒരു ആവറേജൊക്കെ കാണത്തുള്ളൂ. കാരണം ഇൻ്റർവെല്ല് വരെ പടത്തിൽ എനിക്ക് വലിയ ഒന്നും തോന്നിയില്ല. എന്തുവാണ് കുറേ പ്ലെയിനായിട്ടാകെ സ്റ്റാർട്ടിങ്ങിലുള്ള കുറച്ച് സീൻ കഴിഞ്ഞാൽ ബാക്കി മൊത്തം ഒരു പ്ലെയിനായിട്ടൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചൊന്നും അധികം ഒന്നും പറയാൻ തോന്നിയില്ല. പ്രഭാസിൻ്റെ യാത്രവാദി ഒന്നും പറയാൻ തോന്നിയില്ല. അങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരുന്നതാണ്. ഇൻ്റർവെല്ലായപ്പം ഒരു ബോംബ് പൊട്ടി, ഒന്നും കൊണ്ടാൽ കയറി. ശരി, അപ്പോൾ അതിൻ്റെ ഒരു ചാർജായി ഓക്കെ, ഒരു ആവറേജ് ലെവലിൽ നിൽക്കുകയായിരുന്നു. സെക്കൻഡ് ഹാഫ് തുടങ്ങി ക്ലൈമാക്സ് വരെ എന്തുവാണ് അവിടെ സംഭവിച്ചെന്ന് ഒരു പിടുത്തവും ഇല്ല. വിഷ്വൽസ് എന്ന് വെച്ചാൽ എന്തുവാണ് ഇങ്ങനെ ഇങ്ങനെ എടുത്ത് വെക്കണം, അമ്മാരി വിഷ്വൽസാക്കി. കിട്ടില്ലെന്ന് പറഞ്ഞാൽ കിട്ടില്ല സാധനം. അങ്ങ് ക്ലൈമാക്സൊക്കെ എൻ്റെ അമ്മോ സീനായിരുന്നേ. എന്നാൽ ഞാൻ വേറൊന്നും പറയുന്നില്ല, അമ്മാരിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത്രയും മേക്കിംഗ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഹോളിവുഡ് ലെവൽ മേക്കിങ്ങാണ്. അത്രയും സാധനം അത്രയും കഷ്ടപ്പെട്ട് ആ 650 കോടി എന്നുള്ള ഉണ്ടല്ല, അങ്ങനെയുള്ള എല്ലാ സാധനവും ഉണ്ട്. കിട്ടില്ല മേക്കിംഗ്, കിട്ടില്ല. കണ്ടിന്യൂഷൻ സ്റ്റോറിയും സൂപ്പർ. ഇനി ഇതിൻ്റെ അടുത്ത പാർട്ടിലൊക്കെ ഉണ്ട്, സെക്കൻഡ് പാർട്ടൊക്കെ ഉണ്ട്. അതൊക്കെ നെക്സ്റ്റ് ലെവലായിരിക്കും. അമ്മാതിരി ഒരു സാധനമൊക്കെ ഇട്ട എൻഡ് പടം തീരുന്നത്. ആകെ ഇതിൽ നെഗറ്റീവ്സ് ചോദിക്കൊണ്ട് പറയണമല്ലോ. ആകെ നെഗറ്റീവായിട്ട് പറയാനുള്ളത് ഒന്നും സന്തോഷ് നാരായണൻ്റെ BGM. അത് നെഗറ്റീവ് എന്നല്ല, നമ്മൾ പണ്ട് പറയട്ടെ കുഡ് ബി ബെറ്റർ എന്ന് പറയില്ലേ, അത് കണക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. മോശം എന്നല്ല, അത്യാവശ്യം നല്ലോണം ചെയ്തിട്ടുണ്ട്, പക്ഷേ കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ മോശമായിട്ട് പറയാൻ വേറെ ഒന്നുമില്ല. വേറെ ഇതിൽ പിന്നെ കുറേ ക്യാമിയോകളൊക്കെ ഉണ്ട്. ക്യാമിയോ ആയിരുന്നൊക്കെ ഇപ്പോൾ തന്നെ മിക്കവരും അറിഞ്ഞ് കാണും. എന്നാലും ഇനി ഞാനായിട്ടൊന്നും സ്പോയിൽ ചെയ്യുന്നില്ല, ക്യാമിയോ ആണെന്ന് ഞാൻ പറയുന്നില്ല. കുറേ ക്യാമിയോകളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ വല്ല പറഞ്ഞാൽ സ്പോയിലായിപ്പോൾ, അത് ഞാനൊന്നും പറയാത്ത. അത്രയും എക്സൈറ്റാണ്. അത്യാവശ്യം അത്രയും സാധനങ്ങളുണ്ട്. എല്ലാം വിഷ്വലൊക്കെ എന്തുവാ ചെയ്ത് വെച്ചിട്ട്. ആ ക്ലൈമാക്സൊക്കെ പിന്നെ നോക്കണ്ട, അമ്മാരി ബ്ലാസ്റ്റാക്കി വെച്ചേക്കുകയാണ്. സൂപ്പറായിട്ടുണ്ട്. പിന്നെ മെയിൻ പടം സ്കോർ ഇരിക്കുന്ന അമിതാഭ് ബച്ചനായിട്ടാണ് എനിക്ക് തോന്നിയത്. പുള്ളിയുടെ ഈ പ്രായത്തിനും പുള്ളി ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് സത്യം പറഞ്ഞാൽ
പുള്ളിയുടെ പകുതി പ്രായം നമ്മൾ നിൽക്കുമെന്ന് തന്നെ അറിഞ്ഞുകൂടാ. അതിനിപ്പോൾ നമ്മൾ തട്ടിപ്പോവും. പുള്ളി ആ ഏജിൽ ചെയ്യുന്നതാണ് ആക്ഷനൊക്കെ. പ്രഭാസും പിന്നെ നല്ലോണം അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ബെസ്റ്റ് പുള്ളി ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ആക്ഷനൊക്കെ പുള്ളി നല്ലോണം ചെയ്തിട്ടുണ്ട്. അമിതാഭ് ബച്ചനാണ് മെയിൻ, പടത്തിൻ്റെ മെയിൻ കൊണ്ടുപോകുന്ന പുള്ളിയാണ്. പിന്നെ കമലഹാസൻ പടത്തിൽ ഒരുപാടൊന്നും ഇല്ല, പക്ഷേ വരുന്ന സീൻസൊക്കെ തീയാണ്. പുള്ളി ഇനി സെക്കൻഡ് പാർട്ടിലായിരിക്കും ഒരുപാട് തീയാക്കുന്നത്. കുട്ടിയിലാവാൻ പോകുന്ന സെക്കൻഡിലായിരിക്കും. ഇതിൽ കുറച്ചേ ഉള്ളൂ, പക്ഷെ കുറച്ചൊക്കെ ഉള്ളത് സൂപ്പറാണ്. പിന്നെ ഒരു നെഗറ്റീവ് എനിക്ക് പറയാനുള്ള ദിഷ പട്ടാനി, നമ്മുടെ നടിയില്ലേ, അവളും പ്രഭാസമായിട്ടുള്ള വളരെ കുറച്ച് സീൻസ് ഉണ്ട്, അത് ക്രിഞ്ചാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, എൻ്റെ ഒരു ആവശ്യമില്ല. ചുമ്മാ എന്തായാലും നമ്മളെ ഗ്ലാമറിന് വേണ്ടി ഒരു നടിയെ കൊണ്ട് വെച്ച് വെറുതെ ചെയ്തല്ല, പ്രത്യേകിച്ച് ഒരു കാര്യമില്ല ആ നടി, അത് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതല്ലാതെ പക്ഷേ പടത്തിന് ഇതൊന്നും പാടില്ല. പടത്തിനെ സംബന്ധിച്ചത് ഒരു നെഗറ്റീവേ അല്ല. കാരണം അവനെ അമ്മാരിയാണ് പടം എടുത്ത് ചെയ്യണം, ഒന്നും നോക്കാതില്ല, പോയി പൈസയും കൊടുത്തിരുന്ന് കാണുക. അതിനുള്ള എല്ലാ സാധനവും ഉണ്ട്. ഇന്ത്യൻ സിനിമ നെക്സ്റ്റ് ലെവലിലോട്ട് ചേഞ്ച് ആവുന്നതിൻ്റെ ഒരു കിടില ഉദാഹരണമാണത്. പോയി കാണുക, വേറൊന്നും പറയില്ല. വിഷ്വൽസൊക്കെ ടോപ്പ് നോച്ച്, ടോപ്പ് ക്വാളിറ്റി വിഷ്വൽസാണ്. എന്തായാലും കിടില സാധനം, വേറൊന്നും പറയില്ല. വേറെ ഇതിൻ്റെ ഡയറക്ടർ നാഗ അശ്വിൻ, എങ്ങനെയാണ് എടുത്ത് വെച്ചേക്കണം ഇത്രയും ഇങ്ങനത്തെ ഒരു സാധനം എങ്ങനെ എടുക്കാൻ കഴിഞ്ഞ്. ഇപ്പോൾ 650 കോടി മുടക്കി ഒരു പടം എടുക്കുന്നത് തന്നെ ഏറ്റവും വലിയ റിസ്ക്കാണ്. കാരണം ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ 650 കോടി എടുത്തൊരു ബഡ്ജറ്റ് ഇട്ടൊരു പടം ചെയ്യുന്നത് തന്നെ റിസ്ക്. പോരാത്തിന് അത് കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുന്ന അടുത്ത റിസ്ക്. ഇനി ഇതെല്ലാം പോരാഞ്ഞിട്ട് ഈ 650 കോടി മുടക്കിയാൽ തിരിച്ച് 1300 കോടിയെങ്കിലും തിരിച്ച് കിട്ടിയാൽ മാത്രമേ പടം ഹിറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ ഇത് വരത്തുള്ളൂ, ഹിറ്റ് മോളിലോട്ട് പോകത്തുള്ളൂ. 1300 കോടി, അതാ അത്രയും വലിയൊരു റിസ്ക് എടുക്കാൻ തീരുമാനിച്ച് ഇത്ര ഒരു ക്വാളിറ്റി കണ്ടൻറ്റ് ഇറക്കിയതിന് ഹാറ്റ്സ് ഓഫ് ആണ്. അമ്മാരിയാണ് ചെയ്തിരിക്കുന്ന പടം. എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ട്. കിട്ടില്ല പടം. മഹാഭാരത ഇതൊക്കെ ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന കാണും. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്, കിട്ടില്ലമായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ഹാഫ് നമ്മൾ വിചാരിക്കുമോ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് തോന്നും, ഇൻ്റർവെല്ല് വരെ. പിന്നെ അങ്ങ് മാറും മോനെ. സീൻ പടം കാണാത്തവർ പോയി കാണുക, അല്ല അതിൻ്റെ അപ്പുറത്തോട്ട് ഇനി ഞാൻ വേറെ ഒന്നും സ്പോയിൽ ചെയ്യുന്നില്ല. വിഷയം പടം പോയി കാണുക. ഓക്കെ, ബൈ.